എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വിദ്യാർത്ഥികൾ സാമ്പത്തിക സാക്ഷരതയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണിത്. കാരണം നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഇത് ചിന്തിച്ചില്ല എങ്കിൽ നമ്മൾ വരും കാലങ്ങളിൽ നമ്മുടെ രാജ്യത്തിന് തന്നെയായിരിക്കും അത് വളരെയധികം ബാധിക്കുക എന്നതാണ് അതിൻ്റെ സത്യം. നമ്മൾ ഇതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ, കുട്ടികൾ ചെറുപ്പകാലത്തിൽ തന്നെ പണം എന്താണെന്നും പണത്തെ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാമെന്നും എങ്ങനെ സമ്പാദിക്കാമെന്നും ഒക്കെ പഠിക്കേണ്ട ഒരു വലിയൊരു കാര്യം തന്നെയാണിത്. കുട്ടികൾ ചെറുപ്പകാലത്ത് തന്നെ ഇത് നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തിന് തന്നെയായിരിക്കും അത് വലിയൊരു വികസനമായി തീരുക എന്നതാണ്. ഉദാഹരണത്തിന്, ഒരു കുട്ടി ചെറുപ്പകാലത്തിൽ തന്നെ തൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും രണ്ടായി തിരിച്ച് തൻ്റെ ആവശ്യങ്ങൾ മാത്രം മുന്നോട്ട് വെച്ച് അതുമാത്രം നോക്കി മുൻപോട്ട് പോവുകയാണ്. തൻ്റെ ആഗ്രഹങ്ങൾ ഒക്കെ ഒരു സൈഡിൽ ഒതുക്കി വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവൻ വലുതാകുമ്പോഴും ആ പ്രവൃത്തി തന്നെയായിരിക്കും ചെയ്യുക. മറ്റുള്ളവർ പലതും ചെയ്യുന്നത് കണ്ടിട്ടും അവനൊന്നും അതിനൊന്നും അനാവശ്യമായി പണം ചെലവാക്കാതെ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം പണം ചെലവാക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഒരു രാജ്യത്തിന് തന്നെയായിരിക്കും അതൊരു വികസനമായി തീരുക എന്നാണ്. അപ്പോൾ ചെറുപ്പത്തിൽ ഒരു ചെറിയ കാര്യം ചെയ്യുന്നത് നമ്മൾ വലുതാകുമ്പോൾ അത് നമുക്ക് വളരെയധികം ഉപകാരമായി തീരുമെന്നാണ് അതിൻ്റെ സത്യമെന്നത്. ഇപ്പോൾ ഒരു കുട്ടി 10 രൂപയെങ്കിൽ 10 രൂപ സമ്പാദിക്കുകയാണെങ്കിൽ അതും ഒരു വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ സമ്പാദിക്കുന്നതിനും നമുക്ക് ബാങ്കിങ്ങിനെ കുറിച്ചും അറിവ് വളരെയധികം പ്രധാനം തന്നെയാണ്. നമ്മൾ എങ്ങനെ ATM ഉപയോഗിക്കണം എന്നും അതുപോലെ തന്നെ UPI എങ്ങനെ ഉപയോഗിക്കണമെന്നും ഒക്കെ കുട്ടികൾ ഇപ്പോഴത്തെ കാലത്തിൽ തന്നെ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പിന്നീട് നമുക്കറിയാമല്ലോ, ഇപ്പോൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ ലോകമാണ്. അപ്പോൾ പല തട്ടിപ്പുകളും ഇതിലൂടെ തന്നെ ഉണ്ടാകുന്നുമുണ്ട്. ഒരു കുട്ടി ഇപ്പോൾ സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ പണം എല്ലാം എടുത്തു വെക്കുകയാണ്. പക്ഷേങ്കിൽ ഒരു ലിങ്ക് അവൻ്റെ ഫോണിലോട്ട് വരികയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു 10,000 രൂപ തരികയാണെങ്കിൽ ഞാൻ ആ 10,000 1 കോടിയായിട്ട് തരാമെന്ന്. ഇങ്ങനെയുള്ള പല തട്ടിപ്പുകളും നമ്മളിപ്പോൾ കാണുന്നത് തന്നെയാണ്. അതിലൊക്കെ ഒന്ന് അറിയാതെ പിടിച്ചു ഞെക്കിയാൽ അത് 1 കോടി ലഭിക്കുമല്ലോ എന്നോർത്ത് നമ്മളത് പിടിച്ചു ഞെക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ പണവും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഈ ഇതുപോലെയുള്ള വ്യാജ വാർത്തകൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇതിന് നമുക്ക് പല ഘട്ടങ്ങളുമുണ്ട്. വ്യാജ വാർത്തയാണെന്ന് നമ്മൾ എങ്ങനെ അറിയാമെന്ന് നമുക്ക് നോക്കാം. ഇത് ഏത് അക്കൗണ്ടിൽ നിന്നാണ് വന്നതെന്ന് നമുക്ക് ആദ്യമായി തന്നെ നോക്കാം. അതിനുശേഷം ഇത് വ്യാജ വാർത്തയാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ആർക്കും ഷെയർ ചെയ്യാതെ കൃത്യമായി എത്തിക്കേണ്ടതെടുത്ത് കൃത്യമായി എത്തിക്കുക തന്നെ ചെയ്യണം. സൈബർ പോലീസിനും അതുപോലെ തന്നെ പോലീസിനും ഈ വിവരം അറിയിക്കുക. അപ്പോൾ തന്നെ അവർ കൃത്യമായ നടപടി സ്വീകരിച്ചോളും. നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒന്നും നോക്കാതെ പിടിച്ചു ഞെക്കുകയും അതുപോലെ തന്നെ കുറേ പേർക്ക് അയച്ചു കൊടുക്കുകയും അല്ല ചെയ്യേണ്ടത്. അത് നമുക്കും മറ്റുള്ളവർക്കും ഒരു നഷ്ടമായി തീരുകയും ചെയ്യും. അപ്പോൾ കുട്ടികളും ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പിന്നെയുള്ള കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ പല കുട്ടികളുടെയും പ്രശ്നം എന്ന് പറയുന്നത് പല അനാവശ്യമായ കാര്യങ്ങൾക്കും പണം ചെലവാക്കുന്നു എന്നതാണ്. നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം നമ്മൾ മേടിച്ചു. അത് നമുക്ക് മേടിച്ചില്ല എങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നിങ്ങനെയൊക്കെ നമ്മൾ അതിനെ കൂടുതൽ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ഇത് മേടിച്ചില്ല എങ്കിലും എനിക്കൊരു പ്രശ്നം ഉണ്ടാവുകയില്ല എന്ന്. പക്ഷേ എങ്കിൽ നമുക്ക് വളരെയധികം ആവശ്യമായ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. പുസ്തകങ്ങൾ, പേന, പെൻസിൽ എന്നിങ്ങനെയൊക്കെയുള്ള ആവശ്യമായ കാര്യങ്ങൾ അത് നമുക്ക് മേടിച്ച് കഴിയുകയുള്ളൂ. അത് നമുക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ്.
ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ തിരുത്താൻ കഴിയും, തരംതിരിക്കാൻ കഴിയും. ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും എന്നിങ്ങനെ. ആവശ്യങ്ങൾ മാത്രം നമ്മൾ നല്ല രീതിയിൽ പണം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മേടിച്ചില്ല എങ്കിൽ നമുക്കൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമുക്ക് അത് ഒരു സൈഡിലോട്ട് മാറ്റി നിർത്താമെന്ന് നമ്മൾ ചിന്തിക്കുക. ഇങ്ങനെ ഓരോ കുട്ടിയും ചിന്തിക്കുകയാണെങ്കിൽ വരും കാലങ്ങളിൽ നമ്മുടെ ഇന്ത്യക്ക് നല്ലൊരു വികസനം തന്നെയായിരിക്കും ഇതിലൂടെ ഉണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.